അല്ല, സുധാകരൻ ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ. ഏതായാലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുത്താലും അത് അംഗീകരിക്കുന്ന ആളാണ് സുധാകരൻ. അദ്ദേഹം എന്നും പാർട്ടിയോടൊപ്പം നിന്നിട്ടുള്ള ആളാണ്. പാർട്ടിയുടെ എല്ലാ ക്രൈസിസിലും പാർട്ടിയോടൊപ്പം നിന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ യെസ് എന്നോ നോ എന്നോ പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അതെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. കെ സുധാകരൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ഹൈക്കമാൻഡാണ്. അവിടെ ഞങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല. അതിനോട് ഞാൻ ഇന്നും യോജിപ്പില്ല. ഞാൻ പറയാം, കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. തട്ടലും മുട്ടലൊക്കെ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവും. ഇത്തവണ വളരെ കുറവാണ്. നിങ്ങൾ ഡൽഹിയിൽ തന്നെ പരിശോധിച്ചാൽ കാണാം. ഇത്തവണ ഡൽഹിയിലൊക്കെ ഇഷ്ടം പോലെ മുറി കിട്ടാനുണ്ട്. മുമ്പ് അങ്ങനെയാണോ? കേരള ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മുറി ഡൽഹിയിൽ ബാക്കി ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വിയോജിപ്പ് ഞങ്ങൾക്കുണ്ട്. മൂന്നാമത് പിണറായി വരുമെന്ന് പറഞ്ഞതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. നമസ്കാരം. സുധാകരൻ എന്നല്ല, നിലവിലുള്ള എം പിമാർ ആരും മത്സരിക്കേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ തീരുമാനം. മുൻ KPCC പ്രസിഡന്റായ കെ മുരളീധരൻ ഗുരുവായൂർ ദർശനത്തിനെത്തിയ വേളയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് 2026 കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കെ സുധാകരൻ മത്സരിക്കും എന്ന് പറഞ്ഞതാണല്ലോ എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുമ്പോഴാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നടിച്ചത്. എന്നാൽ കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ തുറന്നടിക്കുമ്പോൾ അതിലൊരു കാര്യം വ്യക്തമായിരിക്കുന്നു. നിലവിൽ എം പിമാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം തിരുത്താൻ കേരളത്തിലെ എത്ര വലിയ വമ്പൻ നേതാക്കളാണെങ്കിലും ശ്രമിക്കേണ്ട, മുതിരേണ്ട. അത് നടക്കില്ല, അല്ലെങ്കിൽ അത് ശരിയായ തീരുമാനമല്ല എന്ന് തന്നെയാണ് ആ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭയിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് MP സ്ഥാനത്തേക്ക് മത്സരിച്ചത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചത് എന്തിനാണ് എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ പൊതുവിൽ ജനസാമാന്യത്തിൽ മുന്നിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. എത്ര വലിയ കൊമ്പൻ കൊടികെട്ടിയ നേതാവാണെങ്കിൽ പോലും പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക, പാർട്ടി പറയുന്ന ജോലികൾ നിർവഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. അതനുസരിച്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ കെ സുധാകരന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലല്ല, അങ്ങ് കേന്ദ്ര നേതാക്കൾ തന്നെയാണ്. AICC ആണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആരൊക്കെ എവിടെയൊക്കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലല്ല. അതുകൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ്. മാത്രമല്ല, നിലവിൽ MP മാർ മത്സരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് തന്റെ വ്യക്തിപരമായ തീരുമാനം. എന്നാൽ താൻ MP ആയിരിക്കുമ്പോൾ പാർട്ടിയുടെ നിർബന്ധപ്രകാരം മത്സരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അത് സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, ശക്തമായ പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് കാരണവശാലും കോൺഗ്രസ് മത്സരിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 100 സീറ്റെങ്കിലും നേടാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും UDF പ്രതിസന്ധി ഇല്ല എന്നിരിക്കെ പിന്നെ എന്തിനാണ് നിലവിലെ MP മാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് എന്നുള്ള വ്യക്തമായ ചോദ്യം തന്നെയാണ് കെ മുരളീധരൻ ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല, കെ സുധാകരൻ ഇപ്പോൾ MLA സ്ഥാനത്തേക്ക്, അതായത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നിലവിൽ മറ്റു ചില MP മാർ കൂടി അതിന് താല്പര്യം പ്രകടിപ്പിക്കും. ഒരാൾക്ക് മാത്രം ഇളവ് കൊടുക്കുമ്പോൾ മറ്റു പലരും ആവശ്യമായി മുന്നോട്ട് വരുമ്പോൾ ഈ ആവശ്യം തിരസ്കരിക്കാൻ ഒരുപക്ഷെ നേതൃത്വത്തിന് സാധിച്ചെന്നിരിക്കില്ല. ആരോടും പക്ഷാപതപരമായി പെരുമാറാൻ സാധിക്കില്ല. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള MP മാർ മത്സരിക്കണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിലെ MP മാരെല്ലാവരും മത്സര സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നിയമസഭയിൽ മത്സരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രവർത്തകർ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നു. എന്തായാലും കെ സുധാകരൻ മത്സരിക്കേണ്ട എന്ന തന്റെ നിലപാട് തുറന്നു പറയുമ്പോൾ നിലവിലെ MP മാർ ലോക്സഭയിലേക്ക് മത്സരിച്ച് പാർട്ടിക്ക് വേണ്ടി ജോലികൾ തീരുമാനിക്കപ്പെട്ടു, ആ ജോലികൾ എടുക്കുന്ന ആളുകളാണ്. പാർട്ടിക്ക് വേണ്ടി അവർ ആ സേവനങ്ങൾ അനുഷ്ഠിക്കട്ടെ. MP സ്ഥാനം രാജിവെച്ച് ഇന്നിപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ മത്സരിക്കേണ്ടതായ അടിയന്തര സാഹചര്യം ഒന്നും തന്നെ നിലവിലില്ല. ആര് മത്സരിച്ചാലും UDF കൃത്യമായി തന്നെ മേൽക്കൈ നേടാൻ സാധിക്കും. ഒരു 100 സീറ്റിലധികം നേടാൻ സാധിക്കും. പിന്നെ എന്തിനാണ് റിസ്ക് എടുത്ത് സുധാകരനെ പോലുള്ള ആളുകൾ മത്സരിക്കുന്നത് എന്ന ചോദ്യം തന്നെയാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ അടങ്ങിയിരുന്നത്. കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. പ്രതിപക്ഷ നേതാവും ദേശീയ നേതാക്കളും സൂചിപ്പിച്ചതുപോലെ മിനിമം 100 സീറ്റ് ലഭിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടിയാണ് UDF മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ്. അത് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ
UDFിൻ്റെ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരും. പോകാനാണോ? ഞാൻ അവിടെ തന്നെയാണ് കുറേ ദിവസമായിട്ട്. ഞാൻ മറ്റേ പാർട്ടി പറഞ്ഞ് മാറി മത്സരിച്ചപ്പോഴും എൻ്റെ വോട്ട്, എൻ്റെ സ്ഥിരതാമസം, സ്ഥിര അഡ്രസ്സ് ഇതെല്ലാം കവടിയാറിലുള്ള എൻ്റെ ഇപ്പോഴത്തെ വീട്ടിൽ തന്നെയാണ്. അത് വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലാണ്. 2012 മുതൽ ഇന്ന് വരെ ഞാൻ അവിടുത്തെ വോട്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ആത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ് ഗുരുവായൂർ ദർശനം. മാതാപിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശത്തിൻ്റെ അവിടെ ചെന്ന് പ്രാർത്ഥന, ഇത് രണ്ടുമാണ് ഇന്നത്തെ വരവ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെയാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ വരാൻ കഴിയും. അല്ല, വട്ടിയൂർക്കാവിലൊരു സാധാരണ രീതിയിലൊരു ശക്തമായ ത്രികോണ മത്സരം വരേണ്ടതാണ്. പക്ഷേ ഇത്തവണ മുരളീധരനെ തോൽപ്പിക്കുക എന്നുള്ള BJP അജണ്ട വെച്ച് നോക്കുമ്പോൾ UDF LDF മത്സരമാവാനാണ് സാധ്യത. ഞാൻ ആരെയും വില കുറച്ച് കാണുകയല്ല. അവർ പാർട്ടിയുടെ നയം ഒരു പ്രഖ്യാപിച്ചല്ലോ. മുരളീധരനെ എന്ത് വില കൊടുത്തു തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം എന്ന് പറയുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിക്ക് പ്രസക്തിയില്ലല്ലോ. സ്ഥാനാർത്ഥികളെല്ലാം ഞാൻ തുല്യ നിലയിൽ തന്നെയാണ് കാണുന്നത്. ഞാൻ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും എതിർ സ്ഥാനാർത്ഥികളെ ഞാൻ വില കുറച്ച് കണ്ടിട്ടില്ല. അതെ, അതിപ്പോൾ എന്താണെങ്കിലും 48 മണിക്കൂർ കഴിയുമ്പോൾ 140 നിയോജകമണ്ഡലത്തിലും സ്ഥാനാർത്ഥികളുണ്ടാവും UDFിൻ്റെ. അങ്ങനെയല്ല, അതൊക്കെ ഓരോന്ന് ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനമെടുക്കാൻ. പല ഘടകങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ എല്ലാം ചർച്ച ചെയ്തിട്ട് തിരക്കിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ പ്രഖ്യാപിച്ചത്. പക്ഷേ UDF ആണല്ലോ കൂടുതൽ സീറ്റ് കിട്ടിയത്. അതായത് സുധാകരന്റെ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇനിയും കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ല, കെ സുധാകരൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ഹൈക്കമാൻഡാണ്. അവിടെ ഞങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല. അതിനോട് ഞാൻ അന്ന് ഇന്ന് യോജിപ്പില്ല. ഞാനൊരു സന്ദർഭത്തിൽ എനിക്ക് മത്സരിക്കേണ്ടി വന്നു. പക്ഷേ ആ മത്സരം, ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാം. ഞങ്ങൾ 3 പേരാണെന്ന് UDF എന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയത്. അതിൽ 2 സിറ്റിംഗ് സീറ്റുകൾ UDFന് നഷ്ടപ്പെട്ടു. വിജയിച്ച എറണാകുളത്ത് തന്നെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. LDFിൻ്റെ ഏക മെമ്പർ ജയിച്ച അരൂരിൽ UDF അത് അന്ന് പിടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ജനം പൊതുവിൽ ഇപ്പോൾ ഇത്തവണ തന്നെ 2 പേര് ലോക്സഭയിലേക്ക്, പക്ഷേ പാലക്കാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നല്ല ഭൂരിപക്ഷം കിട്ടി. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഭൂരിപക്ഷത്തിന് ഇടിവുണ്ടായിട്ടുണ്ട്. അല്ല, ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച കേരളത്തിൽ നടത്തേണ്ട കാര്യമില്ല. കാരണം ഈ കാര്യത്തിൽ ഫൈനലായിട്ടുള്ള തീരുമാനം പറയേണ്ട ഹൈക്കമാൻഡാണ്. മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഘട്ടത്തിൽ എല്ലാം മറന്നൊരു യാത്ര നടത്തി വലിയ വിജയമൊക്കെ നടത്തിയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണം. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടി ഒരുമിച്ചൊരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശരി തെറ്റുകൾ അവലോകനം ചെയ്യേണ്ട സമയമല്ല. പിന്നെ സുധാകരൻ ഇന്ന് പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹത്തിന് വളരെ വികാരം ഉണ്ടാവാൻ കാരണം അദ്ദേഹം ശ്രീ രമേശുമായിട്ടുള്ള ബന്ധമായിരുന്നു. കാപ്പാളൻ രമേശും അദ്ദേഹമായിട്ടുള്ള ബന്ധം എനിക്കറിയാം. പയ്യാവൂർ സമരമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞാനുൾപ്പെടെയുള്ള അന്നത്തെ സത്യാഗ്രഹികളെ ശുശ്രൂഷിക്കാനൊക്കെ സുധാകരൻ്റെ നിർദ്ദേശപ്രകാരം നിന്ന് പ്രവർത്തിച്ച ആളാണ് രമേശ്. എനിക്കും അദ്ദേഹമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും സുധാകരൻ്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിനോടൊപ്പം നിന്നൊരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ച് നൽകുന്നൊരു ചടങ്ങിൽ സ്വാഭാവികമായിട്ടും വികാരം ഉണ്ടാവും. ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല, തിരിച്ചറിയാത്ത ആളാണ് സുധാകരൻ. അല്ല, സുധാകരൻ ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ. ഏതായാലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുത്താലും അത് അംഗീകരിക്കുന്ന ആളാണ് സുധാകരൻ. അദ്ദേഹം എന്നും പാർട്ടിയോടൊപ്പം നിന്നിട്ടുള്ള ആളാണ്. പാർട്ടിയുടെ എല്ലാ ക്രൈസിസിലും പാർട്ടിയോടൊപ്പം നിന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ യെസ് എന്നോ നോ എന്നോ പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അതെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇതോടൊപ്പം തന്നെ സുധാകരൻ്റെ വിഷയത്തിലൊരു ഇതൊക്കെ ഉണ്ട്. ആള് UDF പിന്തുണയ്ക്കോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. അത് പാർട്ടി തീരുമാനം എടുക്കേണ്ടതാണ്. ഇതുവരെ ഒരു പാർട്ടി അക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വിയോജിപ്പ് ഞങ്ങൾക്കുണ്ട്. 3ാമത് പിണറായി വരുമെന്ന് പറഞ്ഞതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറയുമ്പോഴും സുധാകരൻ ഒഴിവാക്കി നിർത്തിയാലും മറ്റു ചില സീറ്റുകളിൽ അസ്വാരസ്യങ്ങൾ തുടരുകയാണ്. ഞാൻ പറയാം, കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. തട്ടലും മുട്ടലൊക്കെ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവും. ഇത്തവണ വളരെ കുറവാണ്. നിങ്ങൾ ഡൽഹിയിൽ തന്നെ പരിശോധിച്ചാൽ കാണാം. ഇത്തവണ ഡൽഹിയിലൊക്കെ ഇഷ്ടം പോലെ മുറി കിട്ടാനുണ്ട്. മുമ്പ് അങ്ങനെയാണോ? കേരള ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മുറി ഡൽഹിയിൽ ബാക്കി ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാ മുറി ഒഴിഞ്ഞു കിടക്കുകയാണ്.